ചായ കുടിക്കാൻ പോവാ താങ്ക് യു. കൂടുതൽ വന്നെടുത്തായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് IFFKയിൽ എൻ്റെ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറയുന്ന സിനിമ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഇന്ന് കലാഭവനിലാണ് വൈകിട്ട്. പിന്നെ 17-ാം തീയതി ഉണ്ട്, 19-ാം തീയതി ഉണ്ട്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. IFFKയിൽ പങ്കെടുക്കാൻ എപ്പോഴും ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷേ ആദ്യമായിട്ടാണ് വരാൻ പറ്റുന്നത്. ഭയങ്കര വൈബാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അങ്ങനെ ആളുകളെ പരിചയപ്പെടാൻ ആൾക്കാരൊക്കെ. പുതിയ പടം അപൂർവപുത്രന്മാർ എന്ന് പറഞ്ഞൊരു പടം ഇപ്പോൾ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. IFFK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയാണ്, ഒരു എന്താ പറയുക, ഒരു മനോവികാരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ IFFK എല്ലാ വർഷവും അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെട്ടോട്ടമാണ്, സിനിമ കാണാനുള്ള നെട്ടോട്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ഫിലിംസ് നമ്മൾ പരിചയപ്പെടുന്നത് IFFKയിലൂടെയാണ്. അന്ന് വേറെ സാധ്യതകളല്ല, OTT ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, യൂട്യൂബില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജേഷ് പിള്ള ഞാനൊക്കെയാണ് ഒന്നിച്ച് മരിച്ചുപോയ നമ്മുടെ ട്രാഫിക്കിൻ്റെ സംവിധായകൻ. ഐ റിമെമ്പർ ഹിം. ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് IFFK കാണാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ ഓടും. അന്ന് കൈരളി ശ്രീയായിരുന്നു മെയിൻ വേദി. അപ്പോൾ ഞങ്ങളിങ്ങനെ നെട്ടോട്ടം ഓടി ഞങ്ങൾ ഓരോരോ സിനിമകൾ കണ്ട് സിനിമകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാര്യം. പക്ഷേ ഇന്നിപ്പോൾ കാലം മാറി, കഥ മാറി. ഇപ്പോൾ IFFK എന്ന് പറയുന്നത് വേറൊരു പരിപാടിയായി. ടാഗോറിലൊക്കെ വന്നതിന് ശേഷം ഒരുപാട് യൂത്ത് അവർക്കൊരു സെലിബ്രേഷൻ്റെ ഒരു മൂഡാണ്. അപ്പോൾ നമ്മളും അത് എൻജോയ് ചെയ്ത് തുടങ്ങി. കാരണം ഇന്നിപ്പോൾ OTT പ്ലാറ്റ്ഫോംസിലൂടെയും മറ്റുമൊക്കെ നമുക്ക് ഫോറിൻ ഫിലിംസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളും ആ മൂഡിലായി. നമ്മളിപ്പം സിനിമ കാണുന്നതിനേക്കാൾ ഉപരി ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുക, ആൾക്കാരെ കാണുക, പരിചയപ്പെടുക. സിനിമ ആസ്പിറൻസ്, സിനിമ സ്റ്റുഡൻസ്, പുതിയ സിനിമ ചെയ്യുന്ന ആൾക്കാർ, പുതിയ തലമുറയിൽ സിനിമ ചെയ്യുന്ന ആൾക്കാർ, ഇവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ഫിലിംസ്, മലയാളം ഫിലിംസിലാണ്. കാരണം ഈ മലയാളം ഫിലിംസിന് തിയേറ്റർ കിട്ടാറില്ല. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങി ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് വാങ്ങിച്ച് ബെസ്റ്റ് ഫിലിമായ തടവ് എന്ന് പറഞ്ഞ പടം ഇതുവരെ റിലീസ് ചെയ്ത് നിങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ IFFK നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ, പുതിയ ആൾക്കാർക്ക് പടം ചെയ്യാനുള്ളൊരു വേദിയാണ് IFFK. അത് റിലീസ് ചെയ്യാനുള്ളൊരു വേദിയാണ് IFFK. അങ്ങനെയുള്ള പടങ്ങളാണ് ഞാൻ കാണുന്നത്. പിന്നെ റെട്രോസ് ഞാൻ കാണും. റെട്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത പഴയ പടങ്ങൾ.
അത് തിയേറ്ററിൽ നമ്മളിരുന്ന് കാണുന്നതിൻ്റെ എൻ്റെ ഓർമ്മ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഒരു പടം ഒഴിമുറി എന്ന് പറഞ്ഞൊരു പടം ഇവിടെ IFFK റിലീസ് ചെയ്ത സമയത്ത് എന്നെ സ്റ്റേജിൽ വിളിച്ച് ഞാൻ 2 വാക്ക് സംസാരിച്ചു. അത് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ മൊമെൻ്റാണ്. കാരണം ഞാൻ ഇവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു പടം അതിനകത്തൊരു നല്ലൊരു കഥാപാത്രം ചെയ്ത് എന്നെ സ്റ്റേജിൽ വിളിച്ചൊരു പുഷ്പവും കൊണ്ട് വന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് 2 വാക്ക് ഓഡിയൻസുമായിട്ട് സംസാരിച്ച ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ദൈവം അനുഗ്രഹിച്ച് അടുത്ത വർഷങ്ങളിൽ IFFK റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ IFFK കാണിക്കുന്ന പടങ്ങളിൽ ഒരു ഭാഗമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.